അബുദാബിയിലെ ശീതീകരിച്ച മുറികളിൽ സമാധാന ചർച്ചകൾ നടക്കുമ്പോൾ കിലോമീറ്ററുകൾക്കപ്പുറം ഉക്രൈനിലെ മരവിപ്പിക്കുന്ന തണുപ്പിൽ തീമഴ പെയ്യിപ്പിക്കുകയാണ് റഷ്യ. സമാധാനത്തിനായി കൈകൊടുക്കുമ്പോൾ തന്നെ മറുകൈകൊണ്ട് മിസൈൽ തൊടുക്കുന്ന വ്ളാഡിമിർ പുതിന്റെ യുദ്ധതന്ത്രം ലോകത്തെ വീണ്ടും ഞെട്ടിക്കുകയാണ്. ചർച്ചാ മേശയിലേക്ക് മിസൈൽ അയക്കുന്ന ഈ റഷ്യൻ രീതി സമാധാന നീക്കങ്ങളെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ അബുദാബിയിൽ അതീവ നിർണായകമായ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് റഷ്യയുടെ മാരക ആക്രമണം ഉണ്ടാകുന്നത്. ട്രംപ് ഭരണകൂടത്തിന്റെ പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫും ജാറേഡ് കുഷ്നറും സാക്ഷിയായിരിക്കെയാണ് ഉക്രൈന് മേൽ റഷ്യ 370-ലേറെ ചാവേർ ഡ്രോണുകളും 21 മിസൈലുകളും വർഷിച്ചത്. ക്രിയാത്മകരമായിട്ടുള്ള ചർച്ചകളാണ് നടക്കുന്നതെന്ന് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പറയുമ്പോഴും റഷ്യ ലക്ഷ്യമിട്ടത് ഉക്രൈനിലെ ഊർജ്ജ നിലയങ്ങളെയൊക്കെയാണ്. -12°C കൊടും തണുപ്പിൽ ആണവ നിലയങ്ങളിൽ നിന്നുള്ള വൈദ്യുതി വിതരണം തടസ്സപ്പെടുത്തി ജനങ്ങളെ തണുപ്പിച്ച് കൊല്ലാനാണ് റഷ്യ ശ്രമിക്കുന്നത് എന്നാണ് ഉക്രൈൻ പറയുന്നത്. കാർക്കീവിലെ പ്രസവാശുപത്രിക്ക് നേരെയും പാവപ്പെട്ടവർക്ക് നേരെയുള്ള ഷെൽട്ടറുകൾക്ക് നേരെയും ഒക്കെ ആക്രമണം ഉണ്ടായി എന്നത് യുദ്ധത്തിന്റെ ക്രൂരത വെളിപ്പെടുത്തുന്നുവെന്നും ഉക്രൈൻ മാധ്യമങ്ങൾ പറയുന്നു. എന്താണ് ഈ ചർച്ചകളിലെ പ്രധാന തടസ്സം എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് ഭൂമി, ഡോൺബാസ് മേഖല ഉൾപ്പെടെ തങ്ങൾ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ ഉക്രൈൻ വിട്ടു നൽകണമെന്ന പിടിവാശിയിലാണ് റഷ്യ. എന്നാൽ സ്വന്തം മണ്ണ് വിട്ടുകൊടുക്കാൻ സെലൻസ്കി തയ്യാറല്ല. പകരം റഷ്യൻ സൈന്യം 25 മൈൽ പിന്നോട്ട് മാറുകയാണെങ്കിൽ തങ്ങളും മാറാം എന്നൊരു ബഫർ സോൺ നിർദ്ദേശം ഉക്രൈൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ ഈ വിട്ടുവീഴ്ചയ്ക്ക് റഷ്യ ഒട്ടും തയ്യാറാകുന്നുമില്ല എന്ന് മാത്രമല്ല, ചർച്ചയുടെ സമ്മർദ്ദം ഉണ്ടാക്കാൻ ആക്രമണം കടുപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. ഇതൊരു പ്രാദേശിക പ്രശ്നം മാത്രമല്ല, നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരം അതിനുശേഷം യുദ്ധം അവസാനിപ്പിക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങളാണ് ഈ കഴിഞ്ഞ വർഷമായി നടന്നത്. എന്നാൽ റഷ്യയുടെ ഈ ഡബിൾ ഗെയിം, അതായത് ഒരു വർഷത്തെ ചർച്ചയും മറുവശത്ത് ആക്രമണവും അമേരിക്കൻ മധ്യസ്ഥരെ പോലും വെട്ടിലാക്കുന്നുണ്ട്. പാട്രിയറ്റ്, നാസാംസ് തുടങ്ങിയ കൂടുതൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കായി ഉക്രൈൻ ലോകരാജ്യങ്ങളോട് അപേക്ഷിക്കുകയാണ്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള പദ്ധതികൾ 90% തയ്യാറാണെന്ന് പറയുമ്പോഴും ബാക്കി 10% തീരുമാനിക്കുന്നത് ഉക്രൈനിലെ യുദ്ധക്കളമാണ്. ചുരുക്കത്തിൽ അബുദാബിയിലെ ചർച്ചകൾക്ക് യുദ്ധക്കളത്തിലെ ചോരപ്പാടുകൾ മായ്ക്കാൻ കഴിയുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുമ്പോഴും പരമാധികാരം അടിയറവ് വയ്ക്കാൻ ഉക്രൈനോ പിടിച്ചെടുത്തത് തിരിച്ചു നൽകാൻ റഷ്യയോ തയ്യാറാകാത്തിടത്തോളം കാലം ഈ മിസൈൽ മഴ ഇനിയും തുടർന്നേക്കാം. ന്യൂസ് ഡെസ്ക്.